ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടന്നിട്ട് 52 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. പുനഃപ്രതിഷ്ഠ നടന്നിട്ട് 12 വർഷം പൂർത്തിയായി. ഇനി വരുന്നത് 13 വർഷത്തിലേക്കാണ് അടുത്ത ഉത്സവം വരുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ എന്ന് പറയുമ്പം സപ്താഹം, ഒരു ഭാഗവത സപ്താഹം വലിയ ഒരു വിശേഷമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ഒരുപാട് പേർക്ക് കുട്ടികൾ കിട്ടുകയും അത് വലിയ ഒരു വിശ്വാസമായി ജനങ്ങളുടെ ഇടയിൽ എത്തുകയും ചെയ്തു. അതിൽ സപ്താഹം എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗമാണ് പുന്നക്കുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ രോഹിണി ഓഡിറ്റോറിയം പ്രവർത്തിക്കുന്നുണ്ട്. നിർധന ഒരു ക്ഷേത്രത്തിന് പുറത്തുനിന്ന് ഒരുപാട് വിഭാഗങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുകയും നിർധനരായ ഒരുപാട് പേർക്ക് ധനസഹായമായി മണ്ഡപത്തിൻ്റെ റേറ്റ് താഴ്ത്തി കൊടുക്കുവാനും പറ്റുന്നുണ്ട്.
എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്ക് നട തുറക്കുകയും 9 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യുന്നു. വൈകുന്നേരം 5:30 മണിക്ക് നട തുറന്ന് 7:30 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യുകയാണ്. പുന്നക്കുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രോഹിണി ആറാട്ട് മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും മഹനീയ സാന്നിധ്യം ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. പ്രസാദത്തിനോടനുബന്ധിച്ച് ഒരു തൊട്ടിൽ വയ്പ്പെന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ കുട്ടികളില്ലാത്ത ദമ്പതിമാർ അത് തൊട്ടിലാട്ടുകയും അത് അവർക്ക് ഫലസിദ്ധി കിട്ടുകയും ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തിൽ എത്തേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ വിഴിഞ്ഞമ്പൂർ വന്നു കഴിഞ്ഞാൽ ചപ്പാത്തിലിറങ്ങിയിട്ട് പുന്നക്കുളം റോഡിലേക്ക് വരാം. അതുപോലെ പുതിയ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ബൈ റോഡ് വഴി പുന്നക്കുളം ക്ഷേത്രം ടച്ച് ചെയ്താണ് ഈ ബൈ റോഡ് കടന്നു പോകുന്നത്. തിരിച്ച് ബാലരാമപുരം ചപ്പാത്ത് പുന്നക്കുളം ആ രീതിയിലും ക്ഷേത്രത്തിൽ എത്താൻ പറ്റുന്നതാണ്.